ഹായ് എവരി വൺ, ഹൈടെക് ക്ലാസ് റൂമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെബ് പേജ് ആണ്. ആ വെബ് പേജ് ആക്ച്വലി ഇന്റർനെറ്റിൽ നിന്നല്ല വരുന്നത്, എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഞാനൊരു വെബ് പേജ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ തയ്യാറാക്കിയിരിക്കുന്ന വെബ് പേജ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഈ ചാനലിനെ സംബന്ധിച്ചാണ്. ഈ ചാനലിനകത്ത് എന്തെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ച് വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പേജാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഇതുപോലൊരു പേജ് തയ്യാറാക്കി അത് ഇന്റർനെറ്റിൽ കൂടെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു വെബ്സൈറ്റ് ആക്കണമെന്ന്. വെബ്സൈറ്റ് ആക്കുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന ചില പ്രശ്നങ്ങൾ, അതിന് സ്പേസ് വാടകയ്ക്ക് എടുക്കണം, അതിനൊരു വെബ്സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡൊമൈൻ നമ്മൾ വാങ്ങണം. ഇതിന് രണ്ടും ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ആ രണ്ട് ചിലവും ഒഴിവാക്കി, അതായത് ഡൊമൈൻ നെയിം വാങ്ങാതെ വെബ്സൈറ്റിന്റെ സെർവർ വാടകയ്ക്ക് എടുക്കാതെ നമുക്ക് എങ്ങനെ കുറെ പേജുകൾ എപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പേജിനെ ഞാൻ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ മുമ്പ് കാണിച്ച അതേ പേജ് ഓൺലൈനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, യാതൊരു വ്യത്യാസമില്ലാതെ. അപ്പോ നമുക്ക് രണ്ട് ചെലവ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സെർവറിന്റെ വാടകയില്ല, ഡൊമൈൻ നെയിമിന്റെ പേയ്മെന്റും ഇല്ല. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഈ പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കണം. തയ്യാറാക്കിയതിനു ശേഷം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐഡിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സൈറ്റ് ചെയ്തിരിക്കുന്നത്. ജിമെയിൽ ഐഡിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജിമെയിൽ ലഭ്യമാക്കുന്ന ഡ്രൈവിനകത്തു നിന്ന് ഈ സൈറ്റിനെ റൺ ചെയ്യാൻ സാധിക്കും. ഒരു ജിമെയിൽ ഐ ഡി പുതുതായിട്ട് എടുത്താൽ അവിടെ 15 GB സ്പേസ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പുതിയ ഒരു ഐ ഡി ആദ്യം തുടങ്ങുക. തുടങ്ങിയതിനു ശേഷം അതിന്റെ ഡ്രൈവിലേക്ക് നമുക്ക് വേണ്ടുന്ന പേജുകളെ കൊണ്ടുവന്നിടുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ മറ്റൊരു പേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെ index.html ആണ് ആദ്യത്തെ പേജിന്റെ പേര് വരേണ്ടത്. ഞാൻ ഒന്നിലേറെ പേജ് ഇപ്പോൾ ഇതിനുവേണ്ടി ചെയ്തിട്ടില്ല. ഫസ്റ്റ് പേജിന്റെ പേര് എപ്പോഴും index.html എന്നായിരിക്കണം. അതിന് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മെയിൽ ഐ ഡിയുടെ ഡ്രൈവ് ഓപ്പൺ ചെയ്യണം. ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇമെയിൽ വിൻഡോയുടെ വലത്തെ അറ്റത്ത് 9 ഡോട്ട് കാണാം, അല്ലെങ്കിൽ ഗൂഗിൾ ആപ്സ് എന്ന് പേര് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഡ്രൈവ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് അല്ലെങ്കിൽ ന്യൂ എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം കിട്ടും. ന്യൂ ഫോൾഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗ് അവിടെ വന്നു. ആ ഫോൾഡറിന് പേര് കൊടുക്കാൻ പറയും. www.myschool.com എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. എന്നിട്ട് ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി ആ ഫോൾഡറിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഇതിനുള്ളിൽ വേറെ ഫയൽസ് ഒന്നും തന്നെ ഇല്ല. നമ്മളുടെ സിസ്റ്റത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫയൽസിനെ ഈ ഫോൾഡറിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിലെ പ്ലസ് അല്ലെങ്കിൽ ന്യൂ എന്ന് പേര് കൊടുത്തിരിക്കുന്ന ബട്ടൺ ഒരിക്കൽ കൂടെ പ്രസ് ചെയ്യുക. അവിടെ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഡയലോഗിനകത്ത് നിന്ന് നമ്മളുടെ ഫയൽസ് വെച്ചിരിക്കുന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് എല്ലാ ഫയൽസിനെയും സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ ഫയൽസ് എല്ലാം ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇവിടെ index.html എന്ന് പറയുന്ന ഫയലാണ് പ്രധാനമായിട്ടും വേണ്ടിയത്. ആ ഫയലാണ് റൺ ചെയ്യേണ്ടത്. ഞാൻ സപ്പോർട്ടിങ്ങിന് script.js, styles.css എന്ന 2 ഫയൽ കൂടെ വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമുള്ള കേസൊന്നുമല്ല, ആദ്യത്തെ ഒരു സാമ്പിൾ വെബ് പേജ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഫോൾഡർ നെയിം മുകളിൽ കാണാം. അതിന്റെ വലത്തെ അറ്റത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന ഓപ്ഷനകത്ത് നിന്ന് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ജനറൽ ആക്സസ് എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് തന്നെ കൊടുക്കണം. എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് കൊടുക്കണം. അതിനുശേഷം ഡൺ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോൾഡർ ഷെയർഡ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു.
ഇനിയും വേണ്ടിയത് ഈ നമ്മുടെ ഫോൾഡറിനെ നെറ്റിൽ ഏവർക്കും ലഭ്യമാകത്തക്ക രീതിയിൽ ഒരു ഡൊമൈൻ നെയിമിലേക്ക് കണക്ട് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഡ്രൈവ് ടു വെബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതാണ് ആ സൈറ്റ്, ഡ്രൈവ് ടു വെബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽസിനെയും മൈക്രോസോഫ്റ്റിന്റെ വൺ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽസിനെയും റൺ ചെയ്യാൻ സഹായിക്കും. നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ഡ്രൈവിൽ നിന്നാണ്. അതുകൊണ്ട് പോസ്റ്റ് ഓൺ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുന്നു. ഡ്രൈവ് ടു വെബ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് ആക്സസ് ചെയ്യേണ്ട ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ പറയുക. അഡ്മിൻ പാനൽ ഓപ്പൺ ആയി വന്നു. നമ്മളുടെ വെബ് പേജ് അവിടെ ഉണ്ടോ എന്നത് ചെക്ക് ചെയ്യുകയാണ്. നമ്മളുടെ വെബ് പേജുകൾ ചെക്ക് ചെയ്ത് ഒരു അഡ്രസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതാനും സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ പേജ് ഓൺലൈനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ചെയ്തു വെച്ച HTML പേജ് ഇന്റർനെറ്റിൽ ആർക്കും കാണത്തക്ക രീതിയിൽ ലഭ്യമായി കഴിഞ്ഞു. ഈ വലിയ ഡൊമൈൻ നെയിമിനെ നമുക്കൊന്ന് ചെറുതാക്കി ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ ആ വലിയ സൈറ്റ് അഡ്രസ് ഇപ്പൊ കിട്ടിയത്, അതിനെ നമുക്കൊന്ന് ചെറുതാക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് rb.gy എന്ന് പറയുന്നത്. ഇത് ഫ്രീ ടൂളാണ്. ഇവിടെ സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ വലതുവശത്ത് കാണുന്ന ഷോർട്ടൺ URL എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ വലിയ സൈറ്റ് അഡ്രസ് തീരെ ചെറിയ സൈറ്റ് അഡ്രസ് ആയി മാറി. അതിന് നമുക്ക് കോപ്പി ചെയ്ത് എവിടെ വേണേലും ഉപയോഗിക്കാം. മാത്രമല്ല, ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് QR കോഡ് കിട്ടും. ഈ QR കോഡിനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ചെലവ് കുറച്ച് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തൽക്കാലത്തേക്കാണെങ്കിൽ പോലും ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം പ്രയോജനപ്പെട്ട് കാണുമെന്നാണ് കരുതുന്നത്. ഈ ഒരു സൈറ്റിൽ ഞാൻ ഒന്നിലധികം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പൈതണിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒന്നിലധികം പേജുകൾ ചേർത്തും സൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.